ഞാൻ സാമിന്റെയും മീരയുടെയും വിവാഹത്തിന് വന്നത് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം. എന്നെ ഇത്ര അകറ്റി നിർത്താൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റും കുറ്റവും ഏറ്റു പറഞ്ഞ് മാപ്പനക്കാൻ ഞാൻ കുമ്പസാരക്കൂടുന്നല്ല. സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച വെറും ഒരു സാധാരണക്കാരൻ. എന്റെ സ്നേഹം സത്യമായിരുന്നു. നിനക്കത് മനസ്സിലാവാതെ പോയി. അതിന് ഞാനാണ് കുറ്റക്കാരി. നിർത്തുക നിന്റെ അമ്മനെ. നിന്റെ ഒരു ന്യായീകരണങ്ങൾ എനിക്ക് കേൾക്കണ്ട. ഇനിയൊരു കോമാളി വേഷം കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. സമൂഹത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നിനക്കൊരാളെ വേണം. ആരാളെ എന്നെ കൊണ്ട് വയ്യ. ഇങ്ങനെ വീണ്ടും ഒരു കണ്ണൂരിൽ ഞാൻ ആഗ്രഹിച്ചിട്ടേ. ഇപ്പോഴേക്കും ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ നിശബ്ദത നീ കഴിവരെ കണ്ടു. അതുകൊണ്ട് നിനക്കെന്നെ ചീറ്റ് ചെയ്യാൻ വളരെ ഈസിയായി സാധിച്ചു. Stop it, Dennis. This is too much. What do you think about me? ഒരു തെറ്റിദ്ധാരണ, അത് തിരുത്താൻ ഞാൻ ശ്രമിച്ചു. നീ അത് കേൾക്കുന്നില്ല. Anyway, it's over. നീ എന്നെ കാണാൻ ശ്രമിച്ചത് ആനിലൂടെയാണ്. അതിന് കാരണം എന്റെ ആന്റി രൂപസാദൃശ്യമാണ്. നീ ആഗ്രഹിച്ച പോലെ നിന്റെ ആന ആവാൻ എനിക്ക് സാധിക്കില്ല. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, ചിന്തയുണ്ട്, മനസ്സുണ്ട്. അതൊന്നും നീ കണ്ടില്ല. എന്റെ പ്രശ്നങ്ങൾ നീ അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഫ്ലൈറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ടുപേർ പരിചയപ്പെട്ടു, പിരിഞ്ഞു. That's enough. Goodbye. എപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും. സാമിന്റെ കല്യാണത്തിന് എല്ലാരും ഉണ്ടാവും അറിഞ്ഞപ്പോ സമീറായി ഗാദറിംഗ് പ്ലാൻ ചെയ്ത് വന്നല്ലോ. പരസ്പരം സങ്കടങ്ങൾ ഏറ്റുപറയുന്ന രണ്ട് മനുഷ്യക്കോലങ്ങളെ കാണാൻ വന്നല്ലോ നിങ്ങള്. ഒറ്റപ്പെടൽ ഒരു സുഖമുള്ള വികാരമാണ് അല്ലേടി? സോറി, ഞാൻ വെറുതെ സെന്റിമെന്റ്സ് ഡയലോഗ് അടിച്ച് മൂട് കളഞ്ഞു. സോറി. നീ സാമിനോട് കുറച്ച് ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അല്ലേ? എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൃതിയെ പരിചയപ്പെടുന്നത്. ഹൃതി അതിലടഞ്ഞ അധ്യായ. നീ അറിയണം, ഹൃതിയെക്കുറിച്ചല്ല മോഹിത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ജീവിതത്തിൽ. അത് തിരിച്ചറിയുന്നില്ലല്ലേ വിവേകം? അറിയണമെന്ന് താല്പര്യമില്ല സാർ. അറിഞ്ഞതും കണ്ടതും സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വമാടാ. മോഹിത്ത് ഒരു വളർന്നു വരുന്ന അപകടമാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി DRIയുടെ നിരീക്ഷണത്തിലായിരുന്നു അയാൾ. അങ്ങനെയാണ് ഞാൻ ഹൃതിയെ പരിചയപ്പെടുന്നത്. ഹൃതി മോഹിത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാൾ മാത്രമായിരുന്നു. ഉന്നതരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒന്നും അറിയാതെ വർക്ക് ചെയ്യേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ. ഒരുപക്ഷെ ഹൃതിയുടെ സഹായമില്ലായിരുന്നെങ്കിൽ മോഹിത്തിനെ ഞങ്ങൾക്ക് പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ഹൃതിക്ക് നിന്നോടുള്ള സ്നേഹം സത്യമായിരുന്നു. എന്റെ മകളെ നീ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് അവൾ പോയതിനു ശേഷമാണ്. ഇപ്പോ നീ എന്റെ മകന്റെ സ്ഥാനത്താ. നിന്റെ ഉള്ളിലെ പിടച്ചിൽ എനിക്ക് മനസ്സിലാവും. ഒരു പ്രണയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മഴയുടെ ദൂരം മാത്രമേ ഉള്ളൂ. നിനക്കൊരു ജീവിതം വേണം. അതൊരു പക്ഷേ ഞങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നത് അവളാകാം. എന്റെ മോൾ, അവൾ നിനക്കായി കരുതി വെച്ച സ്നേഹമാവാം ഈ ഹൃതിയുടെ രൂപത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ഞാനായിരിക്കും നിങ്ങൾ അകലാൻ കാരണം. ശരിയാണ്, ഞാനത് ചിന്തിക്കേണ്ടതായിരുന്നു. ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷനായി കണ്ടാൽ ഒരു മലയാളിക്കുണ്ടാവുന്ന ചീപ്പ് തിങ്കിങ്, അതാണ് സംഭവിച്ചത്. വിളിക്കില്ല അവളെ.
നിന്റെ മനസ്സ് ഞങ്ങൾക്കറിയാം. വിളിക്ക്. ട്രൈ ചെയ്യും. എന്തോ ഒരു വിഷമം പോലെ. എനിക്ക് എപ്പോഴും വരാലോ പപ്പ. ആ ഒറ്റയ്ക്കിനി നീ എത്ര കാലം? ഒറ്റയ്ക്കല്ലല്ലോ, ഉണ്ടല്ലോ കൂടെ. കൂട്ടിന് പപ്പ, മമ്മി, പിന്നെ ഇവരെല്ലാരും. ഓട്ടെ. എടാ, ഞങ്ങൾ ഇനി ബാങ്കോക്കിനില്ല, ഇവിടെ കൂടാനാ തീരുമാനം. അപ്പോ നീ എന്നെ ഒറ്റയ്ക്കാക്കിയില്ല? അങ്ങനെയൊന്നും പറയലടാ. ഇനിയാ ശരിക്കും ഞങ്ങൾ നിന്നെ മിസ് ചെയ്യാൻ പോണം. അല്ല വിസയ? Be good. എനിക്കറിയാം സന്തോഷത്തോടെ നീ ചിരിക്കുമ്പോൾ ഉള്ളിൽ കരയാണ്. വിഷമിക്കണ്ടളിയ, നീ പോയിട്ട് വാ. അതെ, എന്നെ മനസ്സിലായോ? അനിയനും ഞാനും തമ്മിൽ എന്തോ മുജ്ജന്മ ബന്ധമുണ്ട്. നമ്മൾ വീണ്ടും ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിൽ. നാട്ടിൽ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുറച്ചും മിണ്ടാതിരിക്കൂ. എങ്ങനെയാ മിണ്ടാതിരിക്കുന്ന? വൈഫിനെ കൂടെ കൊണ്ടുവന്നില്ലേ? അവന്റെ വൈഫല്ല. അതെ, ദേഷ്യം വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനിയ, പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ദേ, എൻ്റെ കാര്യമല്ല ഞാനന്ന് അനിയനോട് പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ സ്മോൾ അടി നിർത്തി. എൻ്റെ ഉപദേശമാണെന്ന് കൂട്ടിക്കോ. അനിയനും അടിയുണ്ടെങ്കിൽ വച്ച് നിർത്തിയേക്ക്. ഞാനേ 2 എണ്ണം അടിച്ച് കിടക്കയിൽ കിടക്കുമ്പോഴേ എന്റെ ഭാര്യയുടെ അടുത്ത് ആരൊക്കെയോ കിടക്കും പോലെ എനിക്കൊരു തോന്നൽ. ഉടനെ ഞാൻ ചാടി എണീറ്റ് അവളുടെ മുടിക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കും. അവൾ എന്റെ അടി വെറ്റിയിട്ട് 2 ചവിട്ടും. പിന്നെ വേണ്ട വിഷയമൊന്നേ. ഇപ്പൊ എല്ലാം ക്ലീൻ. ഞാൻ പൊക്കോളാം. ഇവിടെ ആരായിരിക്കേണ്ടതെന്നും എനിക്കറിയാം. അതെ, ഈ അവസാനം ഓടി വന്ന് കെട്ടിപ്പിടിക്കലെന്നൊക്കെ പറയുന്ന സ്ഥിര ശൈലിയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കെട്ടിപ്പിടിച്ചാൽ ചിലപ്പോ പോവും. എന്തായാലും കാര്യങ്ങൾ ഇരുവർക്കും ബോധ്യമായ സ്ഥിതിക്ക് ഒരു ദൂരയാത്ര പോവാം. അതല്ലേ ബെസ്റ്റ്. വിഷ് യു ഹാപ്പി ജേർണി.